ഹലോ, അപ്പോൾ വെൽക്കം ടു യൂട്യൂബ് ചാനൽ അത്യുതൽ നക്ഷത്രം. അപ്പോൾ നമ്മുടെ വീഡിയോകളിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഋതുക്കുട്ടനെ പെട്ടെന്ന് അഡ്മിറ്റ് ആക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്നൊരു പനി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രി നന്നായി പനി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാരസെറ്റമോളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഋതുക്കുട്ടന്. അങ്ങനെ പാരസെറ്റമോൾ കൊടുത്തു കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ രാത്രി നല്ലൊരു പനി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തുണിയും കൊണ്ടൊക്കെ ഇളം ചൂടിൽ തുണിയൊക്കെ ഒപ്പി മേലൊക്കെ ഒപ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറുതായിട്ടൊരു വയറിളക്കം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വയറിളക്കം ആയപ്പോൾ പെട്ടെന്ന് നന്നായി നല്ല വയറിളക്കി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റു. ഋതുക്കുട്ടൻ പിന്നെ കുറച്ച് നേരം ഉറങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് നേരത്തെ എഴുന്നേറ്റ് ഞാൻ ഋതുക്കുട്ടന് കഞ്ഞി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഞ്ഞി 2 വായി കഴിച്ചു. അപ്പോൾ 2-3 വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഉഷാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതായിരുന്നു. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഋതു നന്നായിട്ട് നല്ല മയക്കം വന്നിട്ട്, അതായത് വയറിളക്കവും പനിയായപ്പോൾ നന്നായി മയക്കം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവിടെ പറ്റില്ല, നിങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തങ്ക ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു നന്നായി അഡ്മിറ്റ് ആക്കണം. അപ്പോൾ കുട്ടിക്ക് നല്ല വയറിളക്കം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ ഗ്ലൂക്കോസൊക്കെ കയറ്റണം പറഞ്ഞു. അങ്ങനെ ഗ്ലൂക്കോസൊക്കെ കയറ്റി ഞങ്ങളവിടെ കിടന്നു. അപ്പോൾ ചേട്ടന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചേട്ടൻ രാവിലെ നേരത്തെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ചേട്ടൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ഉണ്ട് അമ്മ വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഇതാ വന്നു. അമ്മ ഒരു അഡ്മിറ്റായി. അപ്പോൾ 7 ഡേ ആയിട്ട് ഞങ്ങൾ അവിടെ അഡ്മിറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ക്യാൻറ്റീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ചായയൊക്കെ മേടിച്ച് കുടിക്കുമായിരുന്നു. അപ്പോൾ ഋതുക്കുട്ടൻ ഒരു കയ്യിൽ ഇഞ്ചക്ഷനും കുത്തിയപ്പോൾ നല്ല വേദനയാണ് കേട്ടോ. മരുന്ന് കയറ്റുമ്പോൾ ഒരേ കരച്ചിലാണ്. അപ്പോൾ വായിക്കൂടെ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിക്കിൻ്റെ ഛർദ്ദിക്കിന് വേണ്ടിയിട്ട് കൈക്കൂടിയായിട്ട് മരുന്ന് കയറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് അമ്മ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറ്, ഇടിച്ചക്കപ്പേരി, മാങ്ങച്ചാറ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഡെയിലി നമുക്ക് ബെഡ്ഷീറ്റൊക്കെ മാറ്റി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ഹോസ്പിറ്റലാണ് കേട്ടോ. നല്ല കെയറൊക്കെ ഒന്നുണ്ടായിരുന്നു. നല്ല ഫീഡ്ബാക്ക് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ഹോസ്പിറ്റൽ. അതായത് നമ്മൾ ചില ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബെഡ്ഷീറ്റൊന്നും മാറ്റില്ല, അങ്ങനത്തെ ഒരു കമൻസ് കുറേ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. ഡെയിലി ബെഡ്ഷീറ്റ് മാറ്റുന്നത് നേഴ്സുമ്പോൾ നല്ല കെയറിങ് ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. പിന്നെ ഋതുക്കുട്ടൻ ഇത്തിരി ആക്റ്റീവൊക്കെ ആയിട്ട് അത് ഇളനീര് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. കഞ്ഞിവെള്ളം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. അങ്ങനത്തെ ഓരോരോ ഫുഡുകൾ കൊടുക്കാൻ പറഞ്ഞിരുന്നു. പിന്നെ ഫുള്ള് വയറ്റ് തട്ടിയ ബാത്റൂം പോകലായിരുന്നു കേട്ടോ ഋതുക്കുട്ടന്. പിന്നെ ഋതുക്കുട്ടനും അച്ഛനും കൂടി ഒരേ സ്ലേറ്റിൽ എഴുതണം, അവൻ്റെ JCB വേണം. അങ്ങനെ കുഞ്ഞു കളികളൊക്കെ കളിച്ചു അവർ എല്ലാം ഹാപ്പി ആയിട്ട് ഇരുന്നു കേട്ടോ. 2 ദിവസമൊക്കെ ആയപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. വെറും ബാത്റൂമിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു ഫുൾ ടൈം കേട്ടോ. ഗ്ലൂക്കോസ് ഒന്നും കയറ്റാനേ അയച്ചിട്ടുണ്ടായിരുന്നില്ല, കുറച്ചാണ് അതിൻ്റെ കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആക്റ്റീവായി. പിന്നെ ആൾക്ക് മരുന്നൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. കൈ കൂടെ മരുന്ന് കയറ്റിയിട്ടുണ്ടായിരുന്നു ഋതുവിന്. അപ്പോൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ മരുന്നുകളും ഓരോ കഴിച്ചുകൊണ്ട് ഇങ്ങനെ പാരസെറ്റമോൾ 2-3 ദിവസമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ഇതായിട്ട്. പിന്നെന്താ ഋതുക്കുട്ടൻ എന്നെ വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്നെ കാണിച്ചിട്ട് എൻ്റെ പേരൊക്കെ എഴുതണം, അമ്മ വണ്ടൊക്കെ എഴുതുകയാണ്. അതിൽ മമ്മീനെ വരച്ച് തരാട്ടോ വണ്ടൊക്കെ എഴുതുന്നുണ്ടായിരുന്നു. ഫോട്ടോ ഒക്കെ ഇങ്ങനെ വരച്ചു. ഋതുക്കുട്ടൻ ഓരോ കളികളായിരുന്നു. പിന്നെ തുമ്പിക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഋതുക്കുട്ടനെ കാണാൻ. തുമ്പിക്കുട്ടിക്ക് ഋതുക്കുട്ടൻ്റെ കൈ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമൊക്കെ ആയിട്ടായിരുന്നു കേട്ടോ. നല്ല കരച്ചിൽ. അപ്പോൾ എനിക്കും നല്ല സങ്കടമായിരുന്നു കേട്ടോ. അവന് വയ്യാണ്ടായപ്പോൾ നല്ല ചിരിച്ചും കളിച്ചും ഇരിക്കുന്ന സമയത്ത് അവൻ ഭയങ്കര സങ്കടമായപ്പോൾ എനിക്ക് നല്ല സങ്കടമൊക്കെ ആയിട്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കേസ് പറഞ്ഞത് തന്നെ നമുക്ക് ഭയങ്കര ടെൻഷനുള്ളൊരു കേസ് തന്നെ അല്ലേ. പിന്നെ ഞങ്ങളിതാ ക്യാൻറ്റീക്ക് ഭക്ഷണം കഴിക്കാൻ പോകണം കേട്ടോ അവിടെ. അതായത് അവനവിടുത്തെ ചായയും വടയൊക്കെ വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഋതുക്കുട്ടൻ. അപ്പോൾ ഞാനും ചേട്ടനും കൂടി പോവുകയാണ്. അപ്പോൾ ഋതുക്കുട്ടനെ വയ്യാകെ ആയപ്പോൾ അച്ഛൻ തന്നെ മതി പറഞ്ഞു. അപ്പോൾ വലതേ കയ്യിൽ മാറ്റി കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വലതേ കയ്യിൽ മാറ്റി കെട്ടിയപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് എന്താ കുട്ടീൻ്റെ കയ്യിൽ പറ്റിയിട്ടുണ്ടായിരുന്നു, എന്താ കയ്യിൽ പറ്റിയത്. അപ്പം ഞാൻ പറഞ്ഞു കയ്യിൽ പറ്റിയതല്ല, ഇപ്പം കുട്ടിക്ക് പനി വന്നാണ്, അത് കെട്ടിയത് വലുതുപോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ എന്താ കയ്യിൽ പറ്റിയെന്നൊക്കെ. അപ്പം ഞാനും ഋതുക്കുട്ടനും ഗുസ്തി പിടിക്കണം, ഞാൻ വീട്ടിൽ പോകും. ഓക്കെയോ അവൻ്റെ അച്ഛൻ്റെ കൂടെ ഞാൻ ഒറ്റയ്ക്കായിട്ടോ. ഒരേ കളിയും തമാശയും പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെന്താ രാവിലെ അതിന് മരുന്നുണ്ടാവും. രാവിലെ 5 മണിക്കുണ്ടാവും, പിന്നെ രാത്രി 10 മണിക്ക് ഒരു മരുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ മരുന്നൊക്കെ കൊടുത്ത് അവൻ സെറ്റാവും. അവൻ ഫുൾ ടൈം മരുന്ന് കയറ്റാൻ വന്ന ഒരേ കരച്ചിലായിരിക്കും. നേഴ്സുമാരിനൊന്നും അവന് കാണാനേ വയ്യ. അവൻ വരുമ്പോഴേക്ക് വാതിലടച്ചിടും, കൊക്കിയിട് പറയും. പിന്നെ അവരെ കയറ്റില്ല, അവരെ കണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അവരെ നല്ല പേടിയായിരുന്നു. പിന്നെ ഋതുക്കുട്ടൻ തുമ്പിക്കുട്ടി വന്ന് ഭയങ്കര ആക്റ്റീവായിട്ട് ഫുൾ ടൈം അവിടെ സൗണ്ടൊക്കെ ഇട്ടിട്ട് ഓടാൻ തുടങ്ങി. നിശബ്ദമായിരുന്നില്ലേ. അപ്പോൾ പിന്നെ അമ്മയൊക്കെ പിറ്റേ ദിവസം അമ്മ വന്നു കേട്ടോ. അപ്പോൾ അമ്മ ഇങ്ങനെ അവരെ ഓടിച്ച് നടക്കണം, നമുക്ക് ഇത്തിരി സമാധാനമാവുമല്ലോ. അവർ പിന്നെ അതൊക്കെ തിരക്ക് നോക്കുകയാണ് പറഞ്ഞാൽ നമുക്ക് ഇത്തിരി ആശ്വാസമാവില്ലേ. പിന്നെ അത് അമ്മയൊക്കെ നടക്കണം. പിന്നെ ഋതുക്കുട്ടൻ തുമ്പിക്കുട്ടി ഓടി കളിക്കണം.
അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ചേട്ടനും ഇന്നലെ ഞങ്ങൾ ഡിസ്ചാർജ് ആയി വന്നു. അപ്പോൾ നിങ്ങൾ ഏട്ടൻ പോവുകയാണ് കേട്ടോ. കുറച്ച് ദിവസം ലീവൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഏട്ടനും പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യട്ടെ. ഇനിയും ഞങ്ങൾ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ ഋതുക്കൂട്ടിന് വയ്യാത്തതുകൊണ്ട് കേട്ടോ വീഡിയോസ് ഒന്നും ഇടാണ്ടിരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളെ ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾ മെസ്സേജ് അയക്കുക കമൻറ്റ് ചെയ്യുക എല്ലാവരും. അപ്പോൾ അതാ ഏട്ടനും പോയി ഋതുക്കൂട്ടനും തുമ്പിക്കുട്ടിയൊക്കെ ഹാപ്പി ആയി ഒരു കുഴപ്പമില്ല കേട്ടോ അടിപൊളിയായിട്ട് ഇരിക്കണം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ.